Fifth problem. A line AB 90 mm long is inclined at 30 degree to the HP. Its end A is 12 mm above the HP and 20 mm in front of the VP. Its front view measures 65 mm. Draw the top view of AB and measure its length and also determine its inclination with the VP. അപ്പോൾ തന്നിരിക്കുന്നത് എ ലൈൻ എ ബി 90 mm ലോങ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആണ്. കാരണം എലിവേഷൻ്റെ ലെങ്ത്ത് എന്നോ അല്ലെങ്കിൽ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത്ത് എന്നോ പ്ലാൻ്റെ ലെങ്ത്ത് എന്നോ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്ത് എന്നോ ഒന്നും പറയാതെ എ ലൈൻ എ ബി 90 mm ലോങ് എന്ന് പറഞ്ഞാൽ അത് ട്രൂ ലെങ്ത് ആണ്. സോ നമ്മൾ അത് ട്രൂ ലെങ്ത് ആയിട്ട് എഴുതാം. ട്രൂ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 90 mm. എ ബി എന്നാണ് ലൈനിൻ്റെ പേര്. ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ്, ആ ലൈന് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP. HP-യുമായിട്ട് ആ ലൈനിൻ്റെ ആംഗിൾ, അപ്പോൾ ആ ട്രൂ ലെങ്ത്തിൻ്റെ ട്രൂ ഇൻക്ലിനേഷനാണ് തന്നിരിക്കുന്നത്, തീറ്റയാണ് തന്നിരിക്കുന്നത് 30 ഡിഗ്രി. തീറ്റയാണോ ഫൈ ആണോ ആൽഫയാണോ ബീറ്റയാണോ തിരിച്ചറിയണം. 4 ആംഗിളല്ലേ തരുള്ളൂ. അപ്പോൾ അതിനകത്ത് ഇവിടെ ഈ ലൈനിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ആ ലൈന് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP. HP-യുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൂ ലെങ്ത്തിൻ്റെ ആംഗിൾ പറയുമ്പോഴാണ് തീറ്റയും ഫൈയും വരിക. അത് HP-യുമായിട്ടുള്ള ആംഗിൾ തീറ്റ, VP-യുമായിട്ടുള്ള ആംഗിൾ ഫൈ. ഇനി എലിവേഷൻ്റെയും പ്ലാൻ്റെയും ആംഗിൾ പറയുമ്പോഴാണ് ആൽഫയും ബീറ്റയും വരിക. എലിവേഷൻ ഉണ്ടാക്കുന്ന HP-യുമായിട്ടുള്ള ആംഗിൾ ആണെങ്കിൽ ആൽഫ, പ്ലാന് VP-യുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ. ശരി, ഇവിടെ തീറ്റയാണ് തന്നിരിക്കുന്നത്, അതായത് ട്രൂ ലെങ്ത്ത് HP-യുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് തന്നിരിക്കുന്നത്. ഇനി തീറ്റ 30 ഡിഗ്രിയും തന്നു. പിന്നെന്താ തന്നെ, ഇറ്റ്സ് എൻഡ് എ ഈസ് 12 mm എബോവ് HP. എ എന്ന് പറയുന്ന പോയിൻ്റ് 12 എബോവ് HP ആണ്. ആൻഡ് 20 ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. 20 ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 65 mm. ഫ്രണ്ട് വ്യൂ 65 mm ആണ്. ശരി, ഇത് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. 12 എബോവ് HP. എബോവ് എന്ന് കാണുന്നതൊക്കെ മുകൾ ഭാഗത്താണ് വരയ്ക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് കാണുന്നതൊക്കെ താഴെ ഭാഗത്താണ് വരയ്ക്കുക. ഈ HP-യുമായിട്ട് ബന്ധപ്പെട്ട അളവിനെ ഡാഷ് എന്നുള്ള രൂപത്തിൽ എഴുതണം. VP-യുമായി ബന്ധപ്പെട്ട അളവിനെ ഡാഷ് ഇല്ലാത്ത രൂപത്തിലും എഴുതണം. അപ്പോൾ എ ഡാഷും അറിയാം, എയും അറിയാം. ഇനി ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ നമ്മൾ സാധാരണ എ ഡാഷ് ബി ഡാഷ് എന്നല്ലേ എടുക്കാറുള്ളത്. സോ അതാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് XY ലൈൻ വരയ്ക്കാം. ദിസ് ഈസ് ദി XY ലൈൻ. XY എന്നൊക്കെ മാർക്ക് ചെയ്യണേ. പിന്നീട് എ എന്നുള്ള പോയിൻ്റ് 12 എബോവ് HP, മുകളിലേക്ക് 12. ഞാൻ പേന കൊണ്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ പെൻസിൽ കൊണ്ടേ വരക്കാവൂ. 20 ഇൻ ഫ്രണ്ട് ഓഫ് VP, താഴേക്ക് 20. അപ്പോൾ എ ഡാഷ് മുകളിലേക്ക് കിട്ടി, എ താഴേക്കും കിട്ടി. ഇനി ട്രൂ ലെങ്ത്ത് 90 mm ആണ്, അതിൻ്റെ ആംഗിൾ 30 ആണ് മുകൾ ഭാഗത്ത് വരയ്ക്കുമ്പോൾ. തീറ്റ എന്ന് പറഞ്ഞാൽ HP-യുടെ മുകളിലേക്കല്ലേ. അപ്പോൾ മുകൾ ഭാഗത്ത് വരയ്ക്കുന്ന ആംഗിൾ 30 ആയിരിക്കണം, അതിൻ്റെ ട്രൂ ലെങ്ത്ത് 90 ആയിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം. താഴെയും ഒരു ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കാം. മുകൾ ഭാഗത്ത് 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിൽ 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി ആ 30 ഡിഗ്രിയിലൂടെ പോകുന്ന ലൈനിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ട്രൂ ലെങ്ത്ത് 90 mm ആണ്. ലൈന് തിക്ക് ലൈനാണ് വേണ്ടത്. അപ്പോൾ ഞാനത് കാണിക്കാൻ ചുവപ്പ് മഷി കൊണ്ട് വരയ്ക്കാം. സോ ദിസ് ഈസ് ദി ട്രൂ ലെങ്ത്ത്. ട്രൂ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിൽ നമുക്ക് ലോക്കസ് വരയ്ക്കാമല്ലോ. അപ്പോൾ ഇതിലൂടെ ഒരു ലോക്കസ് വരയ്ക്കുക. ഇനി ഫ്രണ്ട് വ്യൂ 65 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ എൻഡ് എന്തായാലും ഈ ലോക്കസിലാണ് വരിക. 65 ആണ് അതിൻ്റെ ലെങ്ത്ത് വരിക. ഇതായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് വരിക. ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ ഫ്രണ്ട് വ്യൂ വരച്ചൂടെ? ഫ്രണ്ട് വ്യൂവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെയാണ് വരിക. എൻഡ് പോയിൻ്റ് ഈ ലൈനിൽ എവിടെയോ ആണ് വരിക. അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 65 ആണ്. അപ്പോൾ കോമ്പസിൽ 65 എടുക്കുക. കോമ്പസിൽ 65 എടുത്തു. ഈ 65 ഇവിടെ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക. ആ ആർക്ക്
ഈ ലോക്കസിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് നമുക്ക് എലിവേഷൻ്റെ എൻ പോയിൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എലിവേഷൻ വരയ്ക്കാം തിക്ക് ലൈനായിട്ട്. സോ ദാറ്റ് ഈസ് എ ഡാഷ് ബി ഡാഷ്, എ ഡാഷ് ബി ഡാഷ്. ഈ ട്രൂ ലെങ്ത്തിനെ എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ ട്രൂ ലെങ്ത്തും പ്ലാനും വരക്കണം. അതിനെന്താ ചെയ്യുക? അതിന് നമുക്കറിയാം ഈ ഒരു എലിവേഷൻ്റെ എൻ പോയിൻറ്റും പ്ലാനിൻ്റെ എൻ പോയിൻറ്റും ഒരേ വെർട്ടിക്കൽ ലൈനിലല്ലേ കിടക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ഒരു വെർട്ടിക്കൽ ലൈൻ അവിടെ വരച്ചിടുക. ഇപ്പോൾ നമുക്കതിൻ്റെ എവിടെയാണ് അതിൻ്റെ കറക്റ്റ് പോയിൻ്റ് എന്ന് അറിയില്ലെങ്കിലും ഈ വെർട്ടിക്കൽ ലൈൻ വെറുതെ അങ്ങ് വരച്ചിടുക. സോ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു. ഈ വെർട്ടിക്കൽ ലൈനിൽ എവിടെയോ ആണ് ഈ പ്ലാനിൻ്റെ എൻഡ് വരിക നമുക്കറിയാം. അത് എവിടെയാണെന്ന് അറിയാത്തുള്ളൂ. അത് കിട്ടാനുള്ള മാർഗം ഈ മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത് ഇല്ലേ, ആ ട്രൂ ലെങ്ത്തിൽ നിന്ന് ഇവിടുത്തെ പ്ലാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? ആദ്യം ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും ഓപ്പോസിറ്റ് സൈഡിലെ ലൈനിൻ്റെ അടിഭാഗം വരെ, പിന്നെ ആർക്ക് വരയ്ക്കും. അപ്പോൾ ആ ആർക്ക് ചെന്ന് കൂട്ടിമുട്ടുന്നത് എന്തായാലും ഈ ലൈനിലായിരിക്കൂലേ, അവിടെയല്ലേ ഇതിൻ്റെ എൻ പോയിൻ്റ് വരിക. അപ്പോൾ നമുക്ക് മുകൾ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അത് ഏതുവരെ പോകണം? ഓപ്പോസിറ്റ് സൈഡിലുള്ള ലൈനിൻ്റെ അടിഭാഗം വരെ പോകണം. എന്നിട്ട് കോമ്പസിൽ ഈ ഭാഗത്ത് എയിൽ കോമ്പസിൻ്റെ നീഡിൽ വെച്ച് ഇപ്പോൾ കിട്ടിയ ഈ പോയിൻറ്റിൽ കോമ്പസിൻ്റെ പെൻസിലും വെച്ച് നേരെ ഒരു ആർക്ക് വരയ്ക്കുക. ആ ആർക്ക് നമ്മൾ വരച്ചിരിക്കുന്ന ഈ പെർപെൻഡിക്കുലറുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻ്റ് ആയിരിക്കും എന്ത്? നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ട്രൂ ലെങ്ത്തിൽ നിന്ന് താഴെ ഭാഗത്തുള്ള പ്ലാന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ട്രൂ ലെങ്ത്തിൻ്റെ എൻഡിൽ നിന്ന് ആദ്യം പെർപെൻഡിക്കുലർ പിന്നെ ആർക്ക്. ആ ആർക്ക് ചെന്ന് കൂട്ടിമുട്ടുന്നത് ഈ ഒരു എലിവേഷനിൽ നിന്ന് വരുന്ന പെർപെൻഡിക്കുലറുമായിട്ടായിരിക്കൂലേ. അതാണ് ഇവിടെയുള്ള പ്ലാൻ. സോ നമുക്കവിടെ പ്ലാന് വരയ്ക്കാം. പ്ലാന് കിട്ടി. ദിസ് ഈസ് എ ബി. ഇപ്പോൾ നോക്കൂ, എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ എലിവേഷൻ്റെയും എ ബി എന്ന് പറയുന്ന പ്ലാനിൻ്റെയും രണ്ട് എൻഡുകൾ ഒരേ പെർപെൻഡിക്കുലറിലല്ലേ? ആണ്. ഇനി ഈ ഒരു ട്രൂ ലെങ്ത്തിൽ നിന്ന് ആദ്യം പെർപെൻഡിക്കുലർ പിന്നെ ആർക്ക് വരച്ചാലും അപ്പോഴും നമുക്കിത് കിട്ടുന്നുണ്ട്. ഇനി ഈ ഭാഗത്തൊരു ട്രൂ ലെങ്ത്ത് വരക്കണം. ആ ട്രൂ ലെങ്ത്ത് വരയ്ക്കാൻ ഒന്നുകിൽ നമുക്ക് ഈ എലിവേഷനിൽ നിന്ന് ആ ട്രൂ ലെങ്ത്ത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പ മാർഗം ഇവിടെ ഒരു ലോക്കസ് വരച്ചിട്ട് കോമ്പസിൽ എത്രയാണ് ട്രൂ ലെങ്ത്ത്? 90 അല്ലേ? അപ്പോൾ ആ ട്രൂ ലെങ്ത്ത് തന്നെയാണല്ലോ ഇവിടെയും വരിക. മുകൾ ഭാഗത്തെ ട്രൂ ലെങ്ത്തും താഴെ ഭാഗത്തെ ട്രൂ ലെങ്ത്തും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ 90 ആണ് എടുത്തത്, സെയിം 90 തന്നെയാണ് താഴെ ഭാഗത്തും വരിക. സോ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക 90യിൽ. സോ ദിസ് പോയിൻ്റ് നമുക്ക് താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്തിൻ്റെ എൻ പോയിൻ്റ് ആയിട്ട് കിട്ടി. അതിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അത് താഴെ ഭാഗത്തുള്ള ട്രൂ ലെങ്ത്ത് എ ബി വൺ. ഇപ്പോൾ മുകൾ ഭാഗത്ത് എ ബി വൺ ഡാഷ്, താഴെ ഭാഗത്ത് എ ബി വൺ, അത് രണ്ടും ട്രൂ ലെങ്ത്ത്. എ ഡാഷ് ബി ഡാഷ് എന്നുള്ളത് എലിവേഷൻ, എ ബി എന്നുള്ളത് പ്ലാന്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ഡ്രോ ദി ടോപ്പ് വ്യൂ ഓഫ് എ ബി. എ ബിയുടെ ടോപ്പ് വ്യൂ വരയ്ക്കുക. അത് നമ്മൾ വരച്ചു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടും. ദിസ് ഈസ് 75 mm. സോ ടോപ്പ് വ്യൂ എ ബി ഈസ് ഈക്വൽ ടു 75 mm ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് ഇൻക്ലിനേഷൻ വിത്ത് വി പി. ഇൻക്ലിനേഷൻ വിത്ത് വി പി, ലൈനിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി എന്ന് പറഞ്ഞാൽ ഈ ലൈന് ഇവിടെ എത്ര ആംഗിളാണ് കിടക്കുന്നത്? സോ ദിസ് ഈസ് 5. ഈ 5 എത്രയുണ്ട്? 41 ഡിഗ്രി. സോ 5 ഈസ് ഈക്വൽ ടു 41 ഡിഗ്രി. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് പ്രശ്നമില്ല. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ 41 ഉള്ളത് കുറച്ച് അങ്ങോട്ടൊക്കെ ആവും, അത് പ്രശ്നമൊന്നുമില്ല. വരയ്ക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓട്ടോ ക്യാഡിലൊക്കെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് എത്രയാണെന്ന് കിട്ടുക. ശരി, ഇനി ട്രേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ട്രേസ് നമ്മൾ കണ്ടുപിടിക്കാം. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രേസും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെ ട്രേസ് കാണാം? എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് എച്ച് ഡാഷ് എന്ന് പേര് കൊടുക്കുന്നു. അതിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ആ പെർപെൻഡിക്കുലറിലേക്ക് എ ബിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എത്രയല്ലേ വേണ്ടൂ? അപ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് എച്ച് ടി. ഇനി വി ടി കിട്ടാനോ, വെർട്ടിക്കൽ ട്രേസ് കിട്ടാനോ, എ ബിയെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് എക്സ് വൈ ആക്സിൽ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് ഇവിടെ ചെന്നിട്ട് മുട്ടുന്ന സ്ഥലം, ഇത് തെറ്റിദ്ധരിക്കരുത്, ഇത് എച്ച് ഡാഷ് എന്നുള്ളത് ഞാൻ ഇതിനെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് എച്ച് ഡാഷിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റിയിടാം. ഇവിടെ എച്ച് ഡാഷ്,
ഇത് വി. ഇപ്പോൾ എ ബി എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഒരു എക്സ് വൈ ആക്സിലെ പോയിന്റിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് എ ഡാഷ് ബി ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അതിവിടെ ചെന്ന് മുട്ടുന്ന സ്ഥലത്താണ് വി ടി. ഈ എച്ച് ടി എന്നുള്ളത് ഈ പോയിൻ്റാണ് കേട്ടോ എച്ച് ടി. വി ടി എന്നുള്ളത് ഈ പോയിൻ്റുമാണ്, മാറിപ്പോരുതേ. ഇനി നമുക്ക് ഡയമെൻഷൻസ് അടയാളപ്പെടുത്തണം. എ ഡാഷ് എത്ര ഉയരത്തിലാണ്? 12 mm എബോവ് എച്ച് പി. എ എന്നുള്ളത് 20 ഇൻ ഫ്രണ്ട് ഓഫ് എച്ച് പി. അപ്പോൾ മേലേക്ക് 12ഉം താഴേക്ക് 20ഉം. താഴേക്ക് 20. ഫ്രണ്ട് വ്യൂ 65 ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് 65 അടയാളപ്പെടുത്താം. ഇതല്ലേ ഫ്രണ്ട് വ്യൂവിൻ്റെ ആർക്ക്. ആ ഫ്രണ്ട് വ്യൂവിൻ്റെ ആർക്ക് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിലേക്കൊരു തിൻ ലൈൻ വരയ്ക്കാം, ഡയമെൻഷൻ ലൈന്. അവിടെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് റേഡിയസ് 65 എന്ന് മാർക്ക് ചെയ്യാം. ട്രൂ ലെങ്ത്ത് തന്നിട്ടുണ്ടല്ലോ. ട്രൂ ലെങ്ത്ത് എത്രയാണ്? ട്രൂ ലെങ്ത്ത് 90 അല്ലേ. അപ്പോൾ ട്രൂ ലെങ്ത്തും അതുപോലെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. താഴെ ഭാഗത്തും ട്രൂ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എം എന്ന് എഴുതി വെക്കണേ താഴെ. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എം. അല്ലാതെ എല്ലാ ഡയമെൻഷൻ്റെ കൂടെ എം എം എന്ന് എഴുതണ്ട. അവസാനം ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ എം എം എന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചാൽ മതി. ലോക്കസിനെ താഴെ ഭാഗത്ത് എം എം എന്നും മുകൾ ഭാഗത്ത് എം ഡാഷ് എന്നും മാർക്ക് ചെയ്യാം. ഇനി ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പ്ലാനിൻ്റെ ലെങ്ത്ത്, എ ബിയുടെ ലെങ്ത്ത്, അത് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ഇൻക്ലിനേഷൻ ഓഫ് ദ ലൈൻ വിത്ത് വി പി, അതായത് ഫൈവും കണ്ടുപിടിച്ചു. ഇനി സപ്പോസ് ഈ ചോദ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നിരിക്കുക, ഇതിൻ്റെ ആൽഫ, അതായത് എലിവേഷൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എ ഡാഷ് ബി ഡാഷ് എത്ര ആംഗിളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൽഫ കണ്ടുപിടിക്കണം. അതേപോലെ ഇതിൻ്റെ ബീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. പ്ലാന് എത്ര ആംഗിളിലാണ് കിടക്കുന്നത്, എ ബി എത്ര ആംഗിൾ, അപ്പോൾ ബീറ്റ ഈ ഒരു വലിയ ആംഗിൾ അത് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് ചോദിച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വരക്കുന്നത് നിങ്ങൾ തെറ്റാതെ വരക്കുക. ശരി, ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.